എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ടെസ്റ്റ് എന്ന തമിഴ് മൂവിയുടേതാണ്. മാധവൻ, സിദ്ധാർത്ഥ്, നയൻതാര എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഡ്രാമ ത്രില്ലർ മൂവി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് മച്ചാന്റെ മലാഗ എന്ന മലയാളം മൂവിയുടേതാണ്. സോബിൻ സാഹിറും നമിത പ്രമോദും പ്രധാന റോളുകളിലെത്തിയ കോമഡി ത്രില്ലർ മൂവി ഇപ്പോൾ മനോരമ മാക്സ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഛാവ എന്ന ഹിന്ദി മൂവിയുടേതാണ്. വിക്കി കൌശാൽ നായകനായെത്തിയ അഡ്വഞ്ചർ ഡ്രാമ മൂവിയാണ് ഛാവ. ബോക്സ് ഓഫീസിൽ ഹിറ്റായി മാറിയ ഈയൊരു ചിത്രം ഏപ്രിൽ 11 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന മലയാളം മൂവിയുടേതാണ്. ബേസിൽ ജോസഫും സൗബിൻ സാഹിറും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മൂവിയാണ് പ്രാവിൻകൂട് ഷാപ്പ്. തിയേറ്ററുകളിൽ നിന്നും നല്ലൊരു വിജയം നേടിയെടുത്ത ചിത്രം ഏപ്രിൽ 11 സോണി ലിവ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് പൈങ്കിളി എന്ന മലയാളം സിനിമയുടേതാണ്. സജിൻ ഗോപുവും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ റൊമാന്റിക് കോമഡി മൂവിയാണ് പൈങ്കിളി. ബോക്സ് ഓഫീസിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ ഈയൊരു ചിത്രം ഏപ്രിൽ 11 മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത അപ്ഡേറ്റ് ബ്രോമൻസ് എന്ന മലയാളം സിനിമയുടേതാണ്. അർജുൻ അശോകൻ, മാത്യു തോമസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കോമഡി റൊമാന്റിക് മൂവിയാണ് ബ്രോമൻസ്. ബോക്സ് ഓഫീസിൽ സക്സസ് ആയി മാറിയ ഈയൊരു ചിത്രം ഏപ്രിൽ 11 ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അവസാനത്തെ അപ്ഡേറ്റ് കിങ്സ്റ്റൺ എന്ന തമിഴ് മൂവിയുടേതാണ്. GV പ്രകാശ് കുമാർ നായകനായെത്തിയ ഫാന്റസി ഹൊറർ അഡ്വഞ്ചർ മൂവിയാണ് കിങ്സ്റ്റൺ. ബോക്സ് ഓഫീസിൽ ഫ്ലോപ്പായി മാറിയ ഈയൊരു ചിത്രം ഏപ്രിൽ 13 C5 വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.